ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ സ്പെഷ്യൽ പേപ്പറായ സോളിഡ് ഫിസിക്സ് ഫോർ മെറ്റീരിയൽസ് അതിൽ 3rd ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് 1 അതിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രെങ്കൽ ആൻഡ് വാനിയർ എക്സൈറ്റോൺസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ പ്ലാസ്മോൺസ്. Then 8th question, explain the role of polarons in crystals. Figure shows a Montvanier exciton. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രെങ്കൽ ആൻഡ് മോൺട്വാനിയർ എക്സൈറ്റോൺസ് എന്നുള്ളതായിരുന്നു. എക്സൈറ്റോൺ മീൻസ് ബൗണ്ടഡ് ഇലക്ട്രോൺ ഹോൾ പെയർ. ഇവിടെ ഒരു ഇലക്ട്രോണും ഒരു ഹോളും കാണിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോൺ ഹോൾ പെയറിനെയാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയുന്നത്. വീക്ക്ലി ബൗണ്ട് എക്സൈറ്റോൺസ് ആണ് വാനിയർ എക്സൈറ്റോൺസ്. മീൻസ് ഇലക്ട്രോണും ഹോളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രോണും ഒരു ഹോളും. എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺ അതിൻ്റെ പൊസിഷനിൽ നിന്നും പുറത്തേക്ക് ചാടുന്നു. ദെൻ അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഇലക്ട്രോണും ഹോളും തമ്മിലാണ് പെയർ ഫോം ചെയ്യുന്നത്. തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ കുറവാണെങ്കിൽ പോലും ആ ഇലക്ട്രോൺ ഹോൾ പെയർ തമ്മിൽ ഒരു കണക്ഷനുണ്ട്. സോ അതിന് ആ ലാറ്റിസിൽ ഏത് ഏരിയയിലേക്ക് വേണേലും മൂവ് ചെയ്യാനായിട്ട് ഉള്ള ഫ്രീഡം ഉണ്ട്. ദെൻ ഫ്രെങ്കൽ എക്സൈറ്റോൺ. ഫ്രെങ്കൽ എക്സൈറ്റോൺസ് ആർ ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺസ് and is localized on one atom in an alkali halide crystal, and this electron is always close to the hole, but exciton will travel throughout the crystal. വാനിയർ എക്സൈറ്റോണിനെ അപേക്ഷിച്ച് ഇലക്ട്രോണും ഹോളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണ് ഫ്രെങ്കൽ എക്സൈറ്റോൺസിൽ. അത് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള എക്സൈറ്റോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണും ഹോളും തമ്മിൽ ഒരു സെപ്പറേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏത് പൊസിഷനിലാണോ ഈ എക്സൈറ്റോൺ ഉള്ളത് അവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പാടില്ലാത്ത രീതിയിൽ ഇലക്ട്രോണും ഹോളും സ്ഥിതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദിസ് എക്സൈറ്റോൺ വിൽ ട്രാവൽ ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ. ഈ ക്രിസ്റ്റലിൽ എക്സൈറ്റോൺസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണും ഹോളും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. അത് തമ്മിലൊരു സെപ്പറേഷൻ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇതാണ് മേജർ ഡിഫറൻസ് വാനിയർ എക്സൈറ്റോൺസും ഫ്രെങ്കൽ എക്സൈറ്റോൺസും തമ്മിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലാസ്മോൺസ് ആയിരുന്നു. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്ലാസ്മോൺസ്. നമുക്കറിയാം ദ പ്ലാസ്മ ഓസിലേഷൻ, ക്വാണ്ടൈസ്ഡ് ഫോം ഓഫ് പ്ലാസ്മ ഓസിലേഷൻസ് ആർ കോൾഡ് പ്ലാസ്മോൺസ്. ആൻഡ് എ പ്ലാസ്മോൺ ഈസ് ക്രിയേറ്റഡ് ബൈ പാസിംഗ് ആൻ ഇലക്ട്രോൺ through a thin metallic film or by reflecting an electron or a photon from a film. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രോൺ ഒരു മെറ്റാലിക് ഫിലിമിലേക്ക് നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് കഴിയുമ്പം അവിടെ പ്ലാസ്മോൺസിൻ്റെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ ക്വാസി പാർട്ടിക്കിൾ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഒരു ഇലക്ട്രോൺ വന്ന് ഒരു മീഡിയത്തിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് റിയാക്ഷൻ ആണെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന അത്ര എമൗണ്ട് ഓഫ് എനർജി നമ്മുടെ സ്കാറ്റേർഡ് ഇലക്ട്രോണിന് ഉണ്ടാകില്ല. അപ്പം ആ ഒരു റിഡക്ഷൻ ഓഫ് എനർജീനെയാണ് നമ്മൾ അവിടെ പ്ലാസ്മോണിൻ്റെ ക്രിയേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ 1 പ്ലാസ്മോൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് പ്രോസസ്സും രണ്ടാമത്തെ ഫിഗറിൽ 2 പ്ലാസ്മോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്കാറ്ററിങ് പ്രോസസ്സുമാണ് കാണിച്ചിരിക്കുന്നത്. പ്ലാസ്മോൺസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു സിമ്പിൾ എക്സ്പെരിമെൻ്റൽ ടെക്നിക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ സ്പെക്ട്രോമീറ്റർ വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് അനലൈസർ ഫോർ ദ സ്റ്റഡി ഓഫ് പ്ലാസ്മോൺ ബൈ ഇലക്ട്രോൺസ്. കാഥോഡ്സ് പ്രൊഡ്യൂസസ് ഇലക്ട്രോൺസ് ആൻഡ് ഇറ്റ് ഈസ് എൻറ്റേർഡ് ടു ദ മോണോക്രോമേറ്റർ. മോണോക്രോമേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബീം ഓഫ് ഇലക്ട്രോൺസ് സ്പെസിമെനിലേക്ക് എൻ്റർ ചെയ്യുന്നു. സ്പെസിമെനിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പം ആ ഇലക്ട്രോൺസ് ആ സ്പെസിമെനിലെ ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. സോ ദ എനർജി ഓഫ് ദിസ് ഇലക്ട്രോൺ ഇൻക്രീസസ്. So we use
റിട്ടാർഡിംഗ് ഫീൽഡ് ടു റെഡ്യൂസ് ദ എനർജി. എനർജി റെഡ്യൂസ് ആയ ഇലക്ട്രോൺസ് ഒരു സ്ഫെറിക്കൽ കണ്ടൻസറിൽ കൂടെ കടന്നു പോകുന്നു. ദെൻ ഇറ്റ് എൻറ്റേഴ്സ് ടു ദ മൾട്ടിപ്ലയർ. ലാസ്റ്റ് പോർഷനിൽ മൾട്ടിപ്ലയറിന് ശേഷം ഒരു സ്പെക്ട്രം റെക്കോർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇലക്ട്രോണിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എനർജി ലോസ് സ്പെക്ട്ര പ്ലോട്ട് ചെയ്യും. ഇലക്ട്രോൺ എനർജി ലോസ് വേഴ്സസ് റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ഗ്രാഫാണ് എനർജി ലോസ് സ്പെക്ട്ര. ആ ഗ്രാഫിൽ നിന്നും ഏത് എനർജി റേഞ്ചിലാണ് ഇൻറ്റൻസിറ്റി കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എനർജി ലോസ് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എത്ര പീക്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ആ ഫിഗറിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഈ എനർജി ലോസ് ആണ് പ്ലാസ്മോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ദിസ് എനർജി ലോസ് കറസ്പോണ്ട്സ് ടു പ്ലാസ്മോൺസ്. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് പ്ലാസ്മോണിനെ ഡിറ്റക്റ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്ലാസ്മോൺസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. 1/8 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എഫക്റ്റ് ഓഫ് പോളറോൺസ് ഇൻ എ ക്രിസ്റ്റൽ. നമുക്കറിയാം ഇലക്ട്രോൺ ഫോണോൺ ഇൻട്രാക്ഷനാണ് നമ്മൾ പോളറോൺ എന്ന് പേര് കൊടുക്കുന്നത്. ഒരു ക്രിസ്റ്റലിലെ പോളറോൺസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലിലാണെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടും. ബിക്കോസ് നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റാണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഹയർ ടെമ്പറേച്ചറിൽ നോർമലി ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നതാണ്. ബട്ട് പോളറോണിൻ്റെ പ്രസൻസ് ഈ ഇലക്ട്രോണിൻ്റെ മാസ് ആക്ച്വൽ മാസിനേക്കാളും ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. സോ ദ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഒറിജിനൽ മാസ്. ഈ ഒരു എഫക്റ്റ് മൂലം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് ചേഞ്ച് ചെയ്യുന്നത് മൂലം ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്നു. അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അതായത് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ മാത്രമല്ല അവിടെ മൂവ് ചെയ്യുന്നത്, അതിനെ അക്കോമ്പനേറ്റ് ചെയ്ത് ഒരു സ്ട്രെയിൻ ഫീൽഡും കൂടെ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോണിൻ്റെ സ്പീഡ് കുറയുന്നത്. ഇനി ഇലക്ട്രോൺ ലാറ്റിസ് ഇൻട്രാക്ഷൻ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു പാരാമീറ്ററാണ് ആൽഫ. ആൽഫ/2 എന്ന് പറയുന്നത് ഡിഫോർമേഷൻ എനർജി ഇൻറ്റു H/ωL. ഈ എല്ലിലെ പോളറോൺ ഫോർമേഷനാണ് കാണിച്ചിരിക്കുന്നത്. ക്രിസ്റ്റലിൽ ഒരു ഇലക്ട്രോണിനെ പ്ലേസ് ചെയ്ത മൂലം ഉണ്ടായ ഡീഫോർമേഷൻ അല്ലെങ്കിൽ ആ സ്ട്രെയിൻ ഫീൽഡ് ആ ഇലക്ട്രോണിനെ അക്കോമ്പനി ചെയ്ത് മൂവ് ചെയ്യുന്നു. സോ അവിടെ ഒരു ഇലക്ട്രോൺ ഫോണോൺ ഇൻട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. അതിനാണ് നമ്മൾ പോളറോൺ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ്. 14th question, briefly discuss the phase diagram rules. 15th question, discuss the role of phase diagram in zone refining of materials. Then what is LST relation? Explain its importance. പാർട്ട് സിയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 20th question, discuss the origin of the quantization of spin waves. What is LST relation? The relation is omega L² by omega T² equal to epsilon of 0 by epsilon of infinity, where epsilon 0 is a static dielectric constant and epsilon infinity is a high frequency limit of the dielectric function. Importance ചോദിച്ചിരിക്കുന്ന for soft modes with omega T tends to 0, we can see that epsilon of 0 tends to infinity. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പൊളാരിറ്റോൺസ് എന്ന് പറഞ്ഞ സെക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 6 അവിടം വരെ ഡിറൈവ് ചെയ്തതിന് ശേഷം LST റിലേഷൻ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഫേസ് ഡയഗ്രാം റൂൾസ് ആണ്. നമ്മൾ 4 റൂളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫേസ് റൂള്. ഫേസ് റൂൾ എന്താണെന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു എക്സാമ്പിൾ കൂടെ ഉൾപ്പെടുത്തുക. ദെൻ ടൈലൈൻ റൂള്, അത് ഫേസ് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നൊരു റൂളാണ്. ഈസ് ദ ലിവർ റൂൾ, അത് ഓരോ റീജിയനിലുമുള്ള കമ്പോണൻസിൻ്റെ കോമ്പോസിഷൻ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റൂളാണ്. ദ ഫോർത്ത് വൺ ഈസ് 1-to-1 റൂൾ. ഇങ്ങനെ 4 റൂൾസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഫേസ് ഡയഗ്രം റൂൾസ്. സോൺ റിഫൈനിങ് പ്രോസസ്സ് ഫേസ് ഡയഗ്രത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഒരു മെറ്റീരിയലിലുള്ള ഇമ്പ്യൂരിറ്റി കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സോൺ റിഫൈനിങ്. നമ്മൾ ഫേസ് ഡയഗ്രം യൂസ് ചെയ്തുകൊണ്ട് ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇമ്പ്യൂരിറ്റി എത്ര പെർസെൻറ്റേജ് റിമൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഫേസ് ഡയഗ്രത്തിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ കോമ്പോസിഷൻ്റെ ആക്സിസിൽ നിന്ന് ടെമ്പറേച്ചറിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഏത് ടെമ്പറേച്ചറിൽ എത്ര കോമ്പോസിഷനാണ് നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് ഇമ്പ്യൂരിറ്റി കണ്ടൻറ്റ് ഉള്ളതെന്ന്. അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് ഡയഗ്രത്തിൻ്റെ ആപ്ലിക്കേഷൻ, സോൺ റിഫൈനിങ്. എസ്സേ ചോദിച്ചിരിക്കുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് സ്പിൻ വേവ്സ് ആണ്. നമുക്ക് മാഗ്നോൺസിൻ്റെ സെക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് മാഗ്നോൺസ്? ദെൻ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ സ്പിൻസ് അലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഫിഗർ. ദെൻ ഏതെങ്കിലും ഒരു സ്പിന്ന് റിവേഴ്സ് ചെയ്യുമ്പം ആ മെറ്റീരിയലിൽ സംഭവിക്കുന്ന ചേഞ്ചസ്. ദെൻ ദ പ്രസിഷൻ ഓഫ് സ്പിൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ സ്പിൻ വേവ്. അതിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ദ ഡിസ്പേർഷൻ റിലേഷൻ ഫോർ മാഗ്നോൺസ്, ലോങ് വേവ് ലെങ്ത് റേഞ്ചിലുള്ള ഡിസ്പേർഷൻ റിലേഷനും ഡിറൈവ് ചെയ്യുക. ലാസ്റ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് സ്പിൻ വേവ്സ് എന്ന സെക്ഷൻ. അതിൻ്റെ അകത്ത് ക്വാണ്ടൈസ്ഡ് ഫോം ഓഫ് സ്പിൻ വേവ്സ്, മാഗ്നോണിൻ്റെ എനർജി എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ E=NK+1/2 H⍵K. അതാണ് NK നമ്പർ ഓഫ് മാഗ്നോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വാല്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ 589 എസ്സേ കംപ്ലീറ്റ് ആകും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ അത് മാത്രമേ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസാണ്. ബാക്കിയുള്ള സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ വരാൻ കൂടുതൽ സാധ്യതയുള്ളത് മാഗ്നോൺസിൻ്റെ ടോപ്പിക്കും അതുപോലെ തന്നെ ഫേസ് ഡയഗ്രത്തിൻ്റെ സെഷനുമാണ്. പിന്നെ പ്ലാസ്മോണിൻ്റെ സെഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് പ്ലാസ്മ ഓസിലേഷൻസ്. താങ്ക് യു.